ഭരണഘടനയുടെ അനുച്ഛേദം 370 പിൻവലിച്ച ശേഷം ജമ്മു കാശ്മീർ ശാന്തമായോ? സംസ്ഥാനം തന്നെ ഇല്ലാതാവുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ നോക്കുക, ജമ്മു കാശ്മീരിൽ എത്ര സൈനികർക്കാണ് വീരമൃത്യു സംഭവിക്കുന്നത് എന്ന്. ജൂലൈ 8-നും 16-നും ഉണ്ടായ 2 ഭീകരാക്രമണങ്ങളിൽ 9 സൈനികർക്കാണ് വീരമൃത്യു വരിച്ചത്. ഇതിൽ ഒരാൾ ഉന്നത ഉദ്യോഗസ്ഥനും. ഇതിനിടയിൽ ജീവൻ നഷ്ടമായത് നിരവധി തീർത്ഥാടകർക്കും നാട്ടുകാർക്കുമാണ്. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. എന്താണ് കശ്മീരിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? 2019 ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത്. അതിനുശേഷം കശ്മീരിൽ മാത്രമുണ്ടായത് 263 ഏറ്റുമുട്ടലുകൾ. അതിൽ ജീവൻ നഷ്ടമായത് 75 നാട്ടുകാർക്കും 68 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും. ഇക്കാലത്തിനിടയിൽ സൈന്യം തിരഞ്ഞുപിടിച്ച് കൊന്നത് 417 ഭീകരരെ. ജമ്മുവിൽ ഇതേ കാലത്ത് 31 ഭീകരാക്രമണങ്ങൾ, 47 സൈനികരും 19 നാട്ടുകാരും കൊല്ലപ്പെട്ടു. 48 ഭീകരരെ വധിച്ചു. 2 115 സൈനികർക്കും 94 നാട്ടുകാർക്കും ജീവൻ നഷ്ടമായി. 500 ഭീകരരെ വധിച്ചിട്ടും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. 2000 മുതൽ 2019 വരെ ഏറെക്കുറെ ശാന്തമായിരുന്നു ജമ്മു. 1990 മുതൽ 2000 വരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന ആ മേഖല ശാന്തമാകാൻ കാരണമുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധാനന്തരം ജമ്മുവിലെ 192 കിലോമീറ്റർ രാജ്യത്തെ അതിർത്തിയിൽ BSF സുസജ്ജമായി. സൈനിക മേൽനോട്ടവും ശക്തമായിരുന്നു. ഇതിനിടയിലാണ് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാനിൽ 2020 20 സൈനികർ കൊല്ലപ്പെട്ട സംഭവം. ഇതോടെ ജമ്മുവിൽ നിന്ന് വലിയൊരു വിഭാഗം സൈനികരെ പിൻവലിച്ച് ചൈന അതിർത്തിയിലേക്ക് വിട്ടു. അതോടെ ജമ്മു മേഖലയിലെ സുരക്ഷയിൽ വിള്ളലുകളുണ്ടായി. ആ വീഴ്ചയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ജമ്മു അതിർത്തിയിലൂടെ രാജ്യത്ത് 25 കൊടും ഭീകരർ പ്രവേശിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴത്തെ ഈ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ. അവർ പരിശീലിപ്പിക്കുന്നവരാണ് സൈനികരെ ആക്രമിക്കുന്നത്. ജൂൺ ആദ്യവാരം 10 തീർത്ഥാടകരെ ആക്രമിച്ചു കൊന്നത് ഈ സംഘത്തിന്റെ പിൻബലത്തിലാണ്. പൂഞ്ച് രജൌരിയിൽ ഒരു സംഘവും കത്വ ദോദ ബെൽറ്റിൽ മറ്റൊരു സംഘവും പ്രവർത്തിക്കുന്നു. ഇവർക്ക് താവളമൊരുക്കിയ ഹക്കാം ദിൻ എന്ന നാട്ടുകാരൻ പിടിയിലായെങ്കിലും കൊടും ഭീകരർ ഇപ്പോഴും കാണാമറയത്താണ്. ഇതുമാത്രമല്ല ഇപ്പോൾ ഈ മേഖല നേരിടുന്ന പ്രശ്നം. കാശ്മീരിലെ പതിവ് ആക്രമണങ്ങളെക്കാൾ ജമ്മുവിലുണ്ടാകുന്ന ഓരോ ഏറ്റുമുട്ടലും സർക്കാരിനെയും സൈന്യത്തെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാൽ ഏതു സമയത്തും അതൊരു വർഗീയ കലാപമായി മാറാം എന്നതാണ് ഈ ഭീതിയുടെ കാരണം. ജമ്മുവിലെ ജനങ്ങളുടെ കയ്യിൽ സർക്കാർ നൽകിയ 30,000-ഓളം തോക്കുകളുണ്ട്. 1995 മുതൽ ജനങ്ങൾക്ക് നൽകിയതാണിത്. വില്ലേജ് ഡിഫൻസ് ഗാർഡ് എന്ന പേരിൽ ആയുധം നൽകി നാട്ടുകാരെ പരിശീലിപ്പിച്ചു. അവർ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും തുടങ്ങിയതോടെ ഈ സംഘങ്ങളെ പിരിച്ചുവിട്ടു. പക്ഷേ ഈ ആയുധങ്ങൾ തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ഈ ആയുധങ്ങൾ കൈവശമുള്ള നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് പ്രതികാരത്തിനിറങ്ങിയാൽ സ്ഥിതി നിയന്ത്രണാതീതമാകും. ജമ്മുവിലുണ്ടാകുന്ന ഓരോ ആക്രമണത്തെയും ഭീതിയോടെ കാണേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ്. വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള മനഃപൂർവമായ ശ്രമങ്ങളും കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. ഇപ്പോൾ ആക്രമണങ്ങളിലേറെയും ഉണ്ടാകുന്നത് ജമ്മുവിലെ ചെനാബ് താഴ്വരയിലാണ്. പൂഞ്ചിലും രജൌരിയിലും സാംബയിലും ദോദയിലുമൊക്കെ ആയുധങ്ങൾ കൈവശമുള്ള നാട്ടുകാരാണ് താമസിക്കുന്നത്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് എല്ലാം കേന്ദ്ര നിയന്ത്രണത്തിലാക്കിയിട്ടും പ്രതിസന്ധി മറ്റൊരു രൂപത്തിൽ വരികയാണ്. ജമ്മുവിലെയും കാശ്മീരിലെയും എക്കാലത്തെയും വലിയ പ്രതിസന്ധി നുഴഞ്ഞുകയറ്റക്കാർ തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള സജീവമായ യുദ്ധഭൂമിയാണ് എന്നും കാശ്മീർ. ജമ്മു കൂടി 2 പതിറ്റാണ്ടിനു ശേഷം സ്ഥിരം ഏറ്റുമുട്ടലുകളുടെ വേദിയാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം
12 സൈനികർക്കുണ്ടായ വീരമൃത്യു ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയാണ്. ജമ്മു കാശ്മീരിലെ മുഖ്യധാരാ സ്ഥാനാർത്ഥികളെ എല്ലാം കൈയൊടിഞ്ഞ ജനത ജയിലിൽ കിടന്ന എഞ്ചിനീയർ റഷീദിനെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചെങ്കിൽ ആ വികാരം സുവ്യക്തമാണ്. അത് മനസ്സിലാക്കി സർക്കാരും സൈന്യവും കരുതൽ സ്വീകരിക്കണം. കശ്മീർ ഒട്ടും ശാന്തമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.